ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 4ലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സമയം കളയാതെ വേഗം കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ തുറക്കുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ട് വരിക മീഡിയന്ന്. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഡക്കിംഗ് എന്ന് പറഞ്ഞൊരു ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ ഡക്കിംഗ് എന്ന് പറഞ്ഞ ടൂള് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വോയിസ് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യണം. അതിന് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാനായിട്ട് പ്ലസ്സിലൊന്ന് അമർത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് താഴെ വന്നിട്ടുണ്ട് പച്ച കളറിൽ. ഇനി ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം ഡക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓണാക്കിയിടുക. ഇനി ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. ഞാൻ ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ ഞാനൊന്ന് കത്രിക സിസേഴ്സ് ഉപയോഗിച്ചു. എന്നിട്ട് ഞാനൊന്ന് സ്പ്ലിറ്റ് ആറ്റ് പ്ലേ ഹെഡ് കൊടുത്തു. അവിടെ തൊട്ട് ഞാൻ ഇത്രയും പോർഷൻ വരെ ഒന്ന് കട്ട് ചെയ്തു വീഡിയോയുടെ. അതിനുവേണ്ടി വീണ്ടും ഞാൻ സിസേഴ്സ് എടുത്തു. അവിടെ വെച്ച് വീണ്ടും സ്പ്ലിറ്റ് ആറ്റ് പ്ലേ ഹെഡ് അടിച്ചു. അപ്പോൾ അവിടെ നടുവിലൊരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോയുടെ. നിലവിൽ ഞാൻ എടുത്തു കൊണ്ടുവന്ന വീഡിയോയ്ക്ക് വോയിസോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത് ഈ പോർഷനിൽ മാത്രമാണ് സംസാരം അഥവാ വോയിസ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഭാഗത്ത് എത്തുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മിഡിൽ പോർഷൻ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ സൗണ്ടിൻ്റെ സിമ്പലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം F* അതുപോലെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതിൽ ആ 0% പിടിച്ചൊന്ന് അത് താത്തുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ എത്തുമ്പോൾ കുറയും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇതിപ്പോൾ താഴേക്ക് താത്തും തോറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് കുറച്ചു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കേൾക്കില്ല. ഞാനിപ്പോൾ -100 ഇട്ടിരിക്കുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തീരെ കേൾക്കില്ല എന്നാണ് അതിനർത്ഥം. വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ പോർഷനിലേക്ക് കയറിയപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഡക്കിങ് അപ്ലൈ ചെയ്ത് ആ പോർഷനിലേക്ക് കയറിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കണില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി വയ്ക്കായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ -100 എടുത്ത കാരനാണ് തീരെ കേൾക്കാത്തത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കേൾക്കും. അതൊന്നും കൂടി ഓക്കെ, ആ പോർഷനിൽ നിന്ന് നടന്നപ്പോൾ വീണ്ടും കണ്ടു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നു. അപ്പോൾ ഇതാണ് ഡക്കിങ് കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതുപോലെ ടൂൾസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു പാർട്ടിൽ വരാം. കൈൻമാസ്റ്ററിൻ്റെ മുന്നത്തെ പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത തവണ കാണാം.